ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വീഡിയോയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ഉദ്ധാന തിരുനാളിന്റെ ആശംസകൾ എവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. സാധാരണഗതിയിൽ ആഘോഷങ്ങളിലൊക്കെ പെട്ടുപോകുമ്പോൾ എന്താണ് ആഘോഷിക്കുന്നതെന്ന് നമ്മൾ മറന്നുപോകും. ഉയർപ്പ് തിരുനാളാണ് ആഘോഷിക്കുന്നത്. നോമ്പൊക്കെ നോറ്റ് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് വന്ന് ഉദ്ധാന മഹോത്സവത്തിൽ നാം പങ്കുചേരുന്നു. ഉയർപ്പ് കുർബാനയും ആഡംബരമായ ഭക്ഷണമേശയും പുത്തൻ വസ്ത്രങ്ങളും ഒക്കെ ആയിത്തീർന്നാൽ ആഘോഷം പൂർണ്ണമായി. ആഘോഷത്തിന്റെ അകക്കാമ്പായി കാണേണ്ട മനുഷ്യ വിമോചനത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതെയാണ്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്ധാനത്തിൽ ജീവിക്കുക എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ബോധ്യവുമില്ലാതെയാണ് പലപ്പോഴും ഈ തിരുനാൾ കഴിഞ്ഞു പോവുക. ആണ്ടുവട്ടങ്ങളിൽ ഇങ്ങനെ തിരുനാളുകൾ വരുന്നു, തിരുനാളുകളിലെ ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നു, ആഘോഷങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ മനുഷ്യരായത്തിന് നമ്മൾ തുടരുന്നു. ഇതൊരു പതിവ് കാഴ്ചയാണ്. വിശക്കുന്നവരെ കുറിച്ച് ഓർക്കാതെ, കിടക്കാനിടമില്ലാത്തവരെ കുറിച്ച് ഓർക്കാതെ, ലോകത്ത് നടക്കുന്ന അനീതികളെക്കുറിച്ച് ഒട്ടുമേ ചിന്തിക്കാതെ, സ്വന്തം താല്പര്യങ്ങളിൽ മാത്രം കുടുങ്ങി കേവലമായ സുഖഭോഗങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ജീവിതം ഉദ്ധിതമാകുന്ന ഒരു ജീവിതത്തിന്റെ ലക്ഷണമല്ല. ക്രിസ്തുവിനോട് കൂടെ നാം സംസ്കരിക്കപ്പെടുകയും ഉയർക്കപ്പെടുകയും ചെയ്യുന്നത് ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് അതീതമായി സ്നേഹത്തിന്റെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ അധികം ആലോചിക്കുന്നില്ല. ഒരു വീടിന്റെ 4 ചുവരുകൾക്കകത്ത് ജീവിതം ഒതുക്കാനുള്ള വൃഥാശ്രമത്തിലാണ് പലപ്പോഴും. ജീവിതം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നുണ്ട്, പക്ഷെ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്നതാണ് ധ്യാനമെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോവാണ്. സ്വന്തം കാര്യത്തിൽ മാത്രം ഉന്മുഖരായി ജീവിക്കുന്ന മനുഷ്യർ ഒരു വലിയ ആധിപത്യത്തിനകത്താണ് വിധേയപ്പെടുന്നത്. എല്ലാത്തരം ആധിപത്യങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് ഉദ്ധാനം. അത് സ്വാതന്ത്ര്യത്തിനൊരു ലോകമാണ്. ആ സ്വാതന്ത്ര്യം സാഹോദര്യത്തിലേക്കാണ്. ആ സ്വാതന്ത്ര്യം അവരുടെ കണ്ണുനീരിലേക്കാണ്, അവരുടെ വേദനകളിലേക്കാണ്. അങ്ങനെ അവരിലേക്ക് ഉന്മുഖമാകാൻ എത്രത്തോളം എനിക്ക് കഴിയുമെന്നതാണ് ഉദ്ധാനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മളത് മറന്നുപോകും. അതുകൊണ്ട് കേൾക്കുന്ന വാർത്തയിലും ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളിലൊന്നും വലിയ ഗൗരവം നമ്മൾ കൊടുക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ അതിശക്തമായി നമ്മെ സ്വാധീനിക്കുന്ന ഒരു കാലത്ത് വാർത്തകൾ ഒന്നിനും പിന്നാലെ ഒന്നായി കടന്നു പോകുന്നു. ഒരു വാർത്തയിലും തങ്ങി നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് നാം ഇങ്ങനെ തിരുനാൾ ആഘോഷിക്കുന്നത്? നാം ഇങ്ങനെ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് ഇത് ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നവരുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കഴിയുന്നവരുണ്ടോ? കിടക്കാൻ ഇടമില്ലാത്തവരുണ്ടോ? ആരോരും ആശ്രയമില്ലാത്തവരായി മറ്റുള്ളവർ ചുറ്റുവട്ടത്ത് അലയുന്നുണ്ടോ? നിരാലംബരെങ്ങനെയാണ്? നമ്മുടെ സഹോദരങ്ങൾ, സുവിശേഷം പറയുന്നവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ ജീവിതത്തിനകത്ത് ഈ ലോകം എങ്ങനെയാണ് ഇടപെടുന്നത്? ഒന്നിനെക്കുറിച്ചും വ്യക്തമായ ധാരണയോ ചിന്തയോ നമുക്കില്ല. കഴിഞ്ഞ 1 വർഷത്തെ കണക്കെടുത്താൽ ഒട്ടുമേ ഒരു ആഘോഷത്തിൽ പങ്കുചേരാവുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ. ഇന്ത്യയിലാകെ 840 അക്രമ കേസുകളാണ് നിലവിലുള്ളത്. അത് അറിയുന്ന കേസുകളാണ്. അറിയാത്തവ അനേകമുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്തതും പുറത്തേക്ക് പ്രചരിക്കാത്തതുമായ കാര്യങ്ങൾ. സുവിശേഷം പറഞ്ഞതിന്റെ പേരിലും ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ചതിന്റെ പേരിലും ആക്രമിക്കപ്പെടുകയാണ് നമ്മുടെ സഹോദരങ്ങൾ. നമ്മൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ബോധേടല്ല. എവിടെയൊക്കെയോ നടക്കുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളിത് മാറ്റിവെക്കും. കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ക്രൈസ്തവ പീഡനം നേരിട്ട് കാണാൻ സാധ്യമല്ല. ഇവിടെയൊക്കെ പ്രീണനത്തിന്റെ സ്ഥലമാണല്ലോ. അതുകൊണ്ട് നമ്മെ സ്വാധീനിക്കാനായി ചെന്നായ്ക്കൾ ആട്ടിൻതോലണിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നു, മതപ്രചാരണം നടത്തുന്നു എന്ന പേരിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങൾ. ഏറ്റവും ഒടുവിൽ ഈ ദുഃഖവെള്ളിയാഴ്ച ഒരാൾ സ്വതന്ത്രനായി, ജയിൽ മോചിതനായി. കുറ്റവാളി അല്ലെന്ന നിലയ്ക്കല്ല, കുറ്റവാളി എന്ന് കോടതി ശിക്ഷിച്ചയാളാണ്. ഭരണത്തിന്റെ സ്വാധീനം കൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നു. കുറ്റവാളിയെ ഒരാളെ സ്വീകരിക്കാൻ സംഘപരിവാർ വളരെ ആഘോഷപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊരു തർക്കം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വിദ്വേഷം ജനിപ്പിക്കാനോ പറയുന്നതല്ല. നാം ഓർക്കാതെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ആരാണ് ഹെബ്രാം? ഹെബ്രാം 1999 ജനുവരി 21 ഗ്രഹാം സ്റ്റെയിനെയും 2 കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന കേസിലെ കുറ്റവാളിയാണ്. പ്രതിയല്ല, കുറ്റവാളിയാണ്. എന്തിനായിരുന്നു ഗ്രഹാം സ്റ്റെയിനെയും കുഞ്ഞുങ്ങളെയും കൊന്നത്? ജീവനോടെ പച്ചയ്ക്ക് കത്തിച്ചത്? കുഷ്ഠരോഗികളുടെയും നിരാലംബരുടെയും ഇടയിൽ സ്നേഹം വിതച്ചതിനും കാരുണ്യം പ്രവർത്തിച്ചതിനും. ആ കാരുണ്യ പ്രവൃത്തിയിലൂടെ
ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. 51 പേരാണ് കേസിലുണ്ടായിരുന്നത്. 37 പേരെ വെറുതെ വിട്ടു. ബാക്കിയുണ്ടായിരുന്ന 14 പേരാണ്. രവീന്ദ്രപാൽ സിംഗ് എന്ന് പറഞ്ഞ ആളായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി. അദ്ദേഹത്തിന് നിയമവ്യവസ്ഥ തൂക്കുകയറാണ് വിധിച്ചത്. പിന്നീട് അത് ജീവപര്യന്തമാക്കി. ജീവപര്യന്തമായി അദ്ദേഹം ജയിലിൽ കിടപ്പുണ്ട്. ഹെബ്രാം അടക്കമുള്ളവരും ജയിലിലുണ്ട്. ഹെബ്രാം അല്ലാത്ത 12 പേരെ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പുറത്തേക്ക് വിട്ടു. അവർക്കിപ്പോൾ സുഖമായിട്ട് ജീവിക്കാം. അവർ സുഖമായിട്ട് ജീവിക്കണമെന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഒരാളെയും തടവിൽ പാർപ്പിക്കണമെന്നോ കൊന്നുകളയണമെന്നോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ ഒരു അനീതി നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നതിനെ കുറിച്ച് പറയാനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അബ്രഹാം പുറത്തേക്ക് വന്നപ്പോഴും സംഘപരിവാർ വലിയ ആഘോഷത്തോടെ ഈ കുറ്റവാളിയെ സ്വീകരിച്ചു. എങ്ങനെയാണ് ആ കുറ്റവാളി സാധൂകരിക്കപ്പെടുന്നത്? അയാൾ ക്രിസ്ത്യാനിയായിരുന്നു, അയാൾ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു, അതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്നതും കുറ്റകരമാണ് എന്നൊരു സൂചന അതിന്റെ പുറകിലുണ്ട്. കേരളത്തിന് പുറത്ത് ഇത്തരത്തിൽ സഹിക്കുന്ന നിരവധിയായ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന കാര്യം ഓർത്തുകൊണ്ട് വേണം തിരുനാളിന്റെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ. അതുകൊണ്ട് സന്തോഷിക്കേണ്ടെന്നല്ല പറയുന്നത്, സന്തോഷിക്കണം. സന്തോഷിക്കുമ്പോൾ ഓർക്കണം, ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ പോകുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ പീഡ അനുഭവിക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നമുക്ക് സ്റ്റാൻ സാമിയച്ചനെ മറക്കാൻ എളുപ്പമാണ്, ഗ്രഹാം സ്റ്റെയിനെ മറക്കാൻ എളുപ്പമാണ്, റാണി മരിയെ മറക്കാൻ എളുപ്പമാണ്. നിരവധി ആളുകൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു. സംഘപരിവാർ അക്രമങ്ങളിൽ ഇപ്രകാരം ക്രൈസ്തവ സാഹോദര്യത്തിന്റെ പ്രവാചകരാകുന്നവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട്, ജീവിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് എന്നൊരു ഓർമ്മ ഉണ്ടാകണം. അതുകൊണ്ട് ദരിദ്രരെ ഓർക്കണം, ഭക്ഷണമില്ലാതെ വലയുന്നവരെ ഓർക്കണം, പുതുവസ്ത്രമില്ലാത്തവരെ ഓർക്കണം, ആരോരും സഹായത്തിനില്ലാത്തവരെ ഓർക്കണം. ഒപ്പം തന്നെ ക്രിസ്തുവിന്റെ നാമത്തിൽ പീഡിതരാകുന്നവരെയും ഓർക്കണം. അപ്രകാരം ഒരു ഓർമ്മ വെച്ചുകൊണ്ട് വേണം തിരുനാൾ ആഘോഷിക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. അതുകൊണ്ട് രക്തം ചിന്തേണ്ടി വരുന്നു. അവർ ചിന്തുന്നത് നമ്മുടെ കൂടി രക്തമാണ്. സാഹോദര്യത്തിന്റെ ബലം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവരോടൊപ്പം നമ്മുടെ ഹൃദയമാകേണ്ടതുണ്ട്. മനസ്സുകൊണ്ട് അവരോടൊപ്പം നിൽക്കാനെങ്കിലും നമുക്ക് കഴിയണം. ക്രിസ്തു ബന്ധിതനാകുന്ന സമയത്ത് വിമോചിതനാകുന്ന ഒരാളുണ്ട്, ബറാബാസ്. ജനക്കൂട്ടം ആർത്തുഘോഷിച്ചത് യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ്. അവരുടെ കൂടെ ജീവിച്ച് രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ച്, അന്ധർക്ക് കാഴ്ച നൽകി, സ്നേഹം പ്രഘോഷിച്ച്, അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത്, സ്നേഹസ്വരൂപനായ ഒരുവൻ കൂടെ വസിച്ചിട്ട് അവനെ ക്രൂശിക്കുകയെന്നും കൊടും കുറ്റവാളിയായ ഒരുവനെ വിമോചിപ്പിക്കുകയും ചെയ്യുന്ന ആർത്തട്ടഹാസങ്ങൾ മുഴങ്ങിക്കെട്ടുവെങ്കിൽ അതിന്റെ അലയൊലികൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് എല്ലാവരെയും എതിർത്ത് ജീവിക്കാനൊന്നും അല്ല പറയുന്നത്, ഹൃദയത്തിന് ബോധ്യം ഉണ്ടാവണം. സാഹോദര്യം ഓർക്കണം, സഹിക്കുന്നവരെ കുറിച്ച് ഓർമ്മ വേണം. നമ്മുടെ സന്തോഷങ്ങൾ അവരെ മറന്നു കളയരുത് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. യേശുവിന്റെ ഉദ്ധാനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു സാർവത്രിക വിമോചനമാണ്. അത് കേവലമായ ഒരു ആത്മീയമായ വിമോചനം മാത്രമല്ല, ആത്മീയവും ഭൗതികവുമായ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെടണം. ഈ വീണ്ടെടുപ്പിന്റെ സന്ദേശമാണ് ഉദ്ധാന തിരുനാൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും ലോകം വെച്ച് പുലർത്തുന്ന ധാരണകളിൽ നിന്നും പുറത്തു കിടക്കാനാണ് ഉദ്ധാനം നമ്മോട് പറയുന്നത്. ഉദ്ധാനത്തെക്കുറിച്ചുള്ള വായനയിൽ വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കതിന്റെ ലക്ഷണങ്ങൾ കാണാം. ആരാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്? ഉദ്ധിതനായ വാർത്ത ആരാണ് അറിയുന്നത്? അത് മഗ്ദലേന മറിയവും സ്ത്രീകളുമാണ്. എന്തുകൊണ്ടാണ് അത് സ്ത്രീകളോട് പറയാനിടയായത്? എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ശിഷ്യന്മാർ വേറെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് മഗ്ദലേന മറിയവും സ്ത്രീകളും ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് അറിയുന്നത്? അതിനൊരു കാരണമുണ്ട്. സ്ത്രീകൾ അവഗണിക്കപ്പെടുന്ന, അടിമത്വം അനുഭവിക്കുന്ന, പുരുഷാധിപത്യപരമായ സ്വഭാവം നിലനിർത്തിയിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ദൈവം തന്റെ ഉദ്ധാന രഹസ്യത്തെ വെളിപ്പെടുത്തുന്നത് സ്ത്രീകൾക്കാണ്.
വിമോചനത്തിന്റെ സദ്വാർത്ത യഥാർത്ഥത്തിൽ അനുഭവതരമാകേണ്ടത് അടിച്ചമർത്തപ്പെടുന്നവർക്കും നീതി നിഷേധിക്കപ്പെടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കുമാണ് എന്ന സന്ദേശം അതിലുണ്ട്. എല്ലാ ആധിപത്യങ്ങളും അവസാനം ചെന്നെത്തുന്നത് സ്ത്രീ പുരുഷ വിവേചനത്തിനകത്താണ്. മതങ്ങളൊക്കെ സാമാന്യഗതിയിൽ പുരുഷാധിപത്യ സ്വഭാവമുള്ളതായിരിക്കും. പുരുഷന്റെ ആധിപത്യത്തിന് കീഴിൽ സ്ത്രീ നിൽക്കണമെന്നത് സാമാന്യഗതിയിൽ ലോകം അംഗീകരിച്ചൊരു വസ്തുതയായിരിക്കെ ഇന്ന് പോലും സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ഒട്ടേറെ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞപ്പോഴും സ്ത്രീകൾ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്ന ഇടത്ത് വെച്ച് വേണം ഉദ്ധാന രഹസ്യം ആദ്യമായി അറിയുന്ന സ്ത്രീകളെ കുറിച്ച് ആലോചിക്കാൻ. യേശു ഉദ്ധിതനാവുന്നു. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ ആദ്യം ആ രഹസ്യം വെളിപ്പെടുത്തുന്നത് ഈ സ്ത്രീകൾക്കാണ്. അതിനർത്ഥം എല്ലാ വിവേചനങ്ങളെയും അതിജീവിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ഉദ്ധാനം എന്നാണ്. എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരാണ് ക്രിസ്തു എന്നാണ്. ആ വിവേചനങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്താണ് ഉദ്ധാനം പകർന്നു നൽകുന്നതെന്നാണ്. അതുകൊണ്ട് എവിടെയൊക്കെ അടിമച്ചങ്ങലകളുണ്ടോ, എവിടെയൊക്കെ തരംതാഴ്ത്തലുകളുണ്ടോ, എവിടെയൊക്കെ വിവേചനമുണ്ടോ, ആ വിവേചനത്തിന്റെ വേദനകൾ അനുഭവിക്കുന്ന സകലർക്കും വേണ്ടിയാണ് ക്രിസ്തു ഉദ്ധിതനാകുന്നത്. യേശു ഉദ്ധിതനാകുമ്പോൾ ഏറ്റവും താഴെയെന്ന് ലോകം വിധിക്കുന്നവനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വിവേചിതരാകുന്ന സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സകലരുടെയും രക്ഷയുടെ സദ്വാർത്തയായ ഉദ്ധാനം ക്രിസ്തു അങ്ങനെയാണ് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ആരും അപ്രസക്തരല്ലെന്നും ഏറ്റവും ചെറിയവനെന്ന് കരുതപ്പെടുന്നവനും നീതി നിഷേധിക്കപ്പെടുന്നവനും ഈ ഉദ്ധാനത്തിൽ ഭാഗഭാഗിത്വം ഉണ്ടെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യകുലം ഒന്നാകെയും ക്രിസ്തുവിൽ ഉദ്ധിതമാകുന്നത് ഇപ്രകാരം തുല്യതയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു ലോകത്തേക്കാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. യേശുവിന്റെ ഉദ്ധാനത്തിൽ പങ്കുചേരുമ്പോൾ നാം ആലോചിക്കേണ്ടത്, നാം ഇങ്ങനെ ആരെങ്കിലും കീഴ്പ്പെടുത്തുന്നുണ്ടോ? ആരുടെ മേലെങ്കിലും അടിമുഖമായി നമ്മൾ മാറുന്നുണ്ടോ? അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ തരം താഴ്ത്തുന്നവരാണോ നമ്മൾ? എന്തിൻ്റെയെങ്കിലും പേരിലൊക്കെ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ നമ്മൾ? ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും അതിജീവിക്കുന്ന ഒന്നായി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നില്ലെങ്കിൽ ഈ ഉദ്ധാനത്തിൽ നമുക്ക് പങ്കില്ല എന്ന് പറയേണ്ടി വരും. കേവലമായ ഒരു ആത്മീയ ആശയം എന്ന നിലയ്ക്ക് ക്രിസ്തു ഉദ്ധിതനായി നമ്മൾ സന്തോഷിക്കുന്നു, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഒരു കേവലത്വത്തിൽ ഒതുക്കാതെ അവന്റെ ഉദ്ധാനത്തിൽ പങ്കുകാരാണ് നമ്മളെന്നും ഈ സാമൂഹ്യമായും ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ഉള്ള അടിമത്തങ്ങളിൽ നിന്ന് നമ്മെ പുറത്തു കടത്തുന്നവനാണ് ക്രിസ്തുവെന്നും ക്രിസ്തു ഉദ്ധിതനാകുമ്പോൾ ഈ ഉദ്ധാനത്തിൽ പങ്കുചേരുന്ന നമുക്ക് ഈ ഉദ്ധിതമാകുന്ന അനുഭവം ഉണ്ടാകണമെന്നും ഒരു ഉദ്ധാനത്തിന്റെ ജീവിതം നയിക്കാൻ നാം വിളിക്കപ്പെടുന്നുവെന്നും നമ്മൾ ഓർക്കണം. സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ ഉദ്ധാനത്തെ നിഷേധിക്കുകയാണ് എന്ന് സാമാന്യമായി ഓർക്കണമെന്നാണ് പറഞ്ഞതിന് സാരം. നമ്മെ മറ്റുള്ളവർ അടിച്ചമർത്തുമ്പോൾ മാത്രമല്ല, മറ്റുള്ളവരുടെ മേൽ നാം ആധിപത്യം പുലർത്തുമ്പോഴും സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുമ്പോഴും ഉദ്ധാനത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം, ക്രിസ്തു നൽകിയ വീണ്ടെടുപ്പ് നമ്മൾ നിഷേധിക്കുന്നു. ക്രിസ്തു വിരുദ്ധരായിട്ട് നമ്മൾ മാറിപ്പോകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഭക്തിലേന സ്ത്രീകളിൽ നിന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അങ്ങനെ പത്രോസും യോഹന്നാനും കൂടി ഓടി വരികയാണ്. അങ്ങനെ ഓടി വന്ന് അവർ ഈ കല്ലറയ്ക്കകത്ത് പ്രവേശിക്കുമ്പോൾ കല്ലറ ശൂന്യമാണ്. ആ ശൂന്യമായ കല്ലറയുടെ ശൂന്യാവസ്ഥയിൽ നിന്നാണ് ശിഷ്യന്മാർ ഒരു കാര്യം തിരിച്ചറിയുന്നത്: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം ശൂന്യമായ അവസ്ഥകളുണ്ട്. ദൈവം പോലുമില്ലെന്ന് തോന്നുന്ന നിരാശ്രയത്വത്തിന്റെ, ഒറ്റപ്പെടലിന്റെ ഏകാന്ത നിമിഷങ്ങൾ, തകർച്ചയുടെ അങ്ങേയറ്റത്ത് ഇനിയും രക്ഷപ്പെടാനാവില്ലെന്ന് കരുതുന്ന ഏറ്റവും ആപത്കരമായ വീഴ്ചയുടെ അഗാധ ഗർത്തങ്ങളിൽ നമ്മളായി പോകുമ്പോൾ നമ്മൾ സാധാരണ പതറിപ്പോകും. അവിടെയാണ് ഉദ്ധിതന്റെ അടയാളങ്ങൾ കാണേണ്ടതെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ശൂന്യമായ കല്ലറയാണ് ശിഷ്യന്മാരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ തകർന്നു പോകുന്ന ഏറ്റവും വേദനാകരമായ, ഏറ്റവും ആപത്കരമായ ഘട്ടങ്ങളിൽ, ആലംബം പറ്റുപോകുന്ന അവസരങ്ങളിൽ ആരോരുമില്ല തുണ എന്ന് കരുതുമ്പോൾ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ അതിനകത്ത് തിരിച്ചറിയാൻ പറ്റണം. മനുഷ്യവിമോചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്.
നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ തകർച്ചകൾക്കകത്ത്, വേദനകൾക്കകത്ത്, നിരാലംബതയ്ക്കകത്ത് ക്രിസ്തുവിന്റെ മുഖം കണ്ടെത്താനും ഉദ്ധിതനെ തിരിച്ചറിയാനും കഴിയുമ്പോൾ മാത്രമേ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാവും. ചെറുപ്പകാലത്ത് പാടി നടന്നൊരു പാട്ടുണ്ട്. വരുമൊരു കാലം മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം, ദുർബലരായോർക്കിടയിൽ നിന്നും ചിരി ഉയരും കാലം. എല്ലാ പതിതാവസ്ഥയ്ക്കകത്തും, നിരാലംബമായി പോകുന്ന അവസ്ഥയ്ക്കകത്ത്, നിരാശ്രയത്വത്തിനകത്ത് ക്രിസ്തുവിന്റെ ഉദ്ധിതമായ മുഖം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് വിജയത്തിന്റെ സദ്വാർത്ത ജീവിതാനുഭവമായിട്ട് മാറുക. ആഘോഷവേളകളിലല്ല അത് കണ്ടെത്താൻ പറ്റുക. ജീവിതത്തിന്റെ ഏറ്റവും ശൂന്യമായ കലവറകൾക്കകത്താണ്, തകർച്ചയുടെ ആഴങ്ങൾക്കകത്ത് വെച്ചാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനം തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ ആരും സഹായത്തിനില്ലെന്നും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്നും ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും നമുക്കെതിരാണെന്നും കരുതുന്ന, നമ്മുടെ ജീവിതം ശൂന്യമായി പോകുന്ന വേളകൾക്കകത്ത് ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുക. ഉദ്ധിതനെ കണ്ടുമുട്ടാൻ പറ്റും. ഉദ്ധിതൻ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, ഭൗതികവും ആത്മീയവുമായ എല്ലാത്തരം തകർച്ചകളിൽ നിന്നും വിമോചനം നൽകുന്നവനാണ്. ഒരു തകർച്ചയും അവസാനമല്ല, ഒരു വീഴ്ചയും അവസാനമല്ല, ഒരു പതനത്തിനും നമ്മൾ പൂണ്ടുപോകില്ല, ഒന്നും നമ്മെ മൂടിക്കളയില്ല. വിജയം നമ്മുടെ പക്ഷത്താണ്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ചിന്തിച്ചപ്പോ, അവന്റെ ശരീരം കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ സൃഷ്ടപ്രപഞ്ചം ഒന്നാകെ തറയ്ക്കപ്പെട്ടുവെന്നും, അങ്ങനെ കുരിശിൽ ക്രിസ്തുവിനോടൊപ്പം നാം ഓരോരുത്തരും മരിക്കുന്നുവെന്നും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ കുരിശിൽ മരിച്ച ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ. അവൻ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോടുകൂടെ, അപ്പോൾ നമ്മൾ ബുദ്ധിതരായി, നമ്മൾ പുതിയ മനുഷ്യരായി മാറുന്നു. അങ്ങനെ പുതിയ മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ട് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവും. ആ ബോധ്യത്തിനകത്ത് നിന്ന് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉദ്ധാനത്തിന്റെ വെളിച്ചം കാണാൻ പറ്റൂ, ലോകത്തെ പുതിയതായി കാണാൻ പറ്റൂ. ഇത് പഴയ ലോകമല്ല, പാപത്തിന്റെ അടിമത്തത്തിലുള്ള ലോകമല്ല, പിശാചിന്റെ ആധിപത്യത്തിന് കീഴിലുള്ള ലോകമല്ല, സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സാഹോദര്യത്തിലും ലോകമൊന്നാകെ, മാനവകുലം ഒന്നാകെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് അനുഭവത്തിനകത്താണ് നമ്മളെന്ന സത്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഉദ്ധാനത്തെക്കുറിച്ച് ക്രിസ്തുവിന് 700 വർഷം മുമ്പ് പ്രവാചകനായ യേശയ്യ പറയുന്നു, ഉണർന്ന് പ്രക്ഷോഭിക്കുക, കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. കർത്താവിന്റെ പ്രകാശം നമ്മുടെ മേലുണ്ടെന്നും അവിടുന്ന് ഉദ്ധിതനായപ്പോ ഉദ്ധാനത്തിന്റെ ശോഭയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിട്ടുണ്ടെന്നും ഹൃദയം തിരിച്ചറിഞ്ഞ് ലോകത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിച്ചവന്റെ ഒപ്പം ജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ നമ്മൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലുള്ള ഭാഗഭാഗിത്വത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയും ധാരണയും ഉണ്ടാവണം. യേശയ്യാ പ്രവാചകൻ പറയാണ്, ചുറ്റുമുള്ളവരിലേക്ക് നോക്കൂ, പ്രകാശത്തെ കണ്ടെത്തൂ. കൊളോസ്യർ ലേഖനം 3:1 പറയുന്നുണ്ട്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന അവനിലേക്ക് ശ്രദ്ധയോടെ നോക്കുക. അങ്ങനെ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളായി നമ്മുടെ ജീവിതം മാറും, വിജയത്തിന്റെ പ്രവൃത്തികളായി നമ്മുടെ ജീവിതം മാറും. ജീവിതത്തിൽ ഒരാധിപത്യത്തിനും വിധേയപ്പെടാതെ ക്രിസ്തുവിൽ പ്രശോഭിക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റും. മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇത്തരം ഒരു അവസ്ഥയിലേക്കാണ് വരുന്നതെന്ന് റോമർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാം. അവിടെ വചനം നമ്മോട് പറയാണ്, ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടത് അവനോട് ഉദ്ധിതരാകാൻ വേണ്ടിയാണ്. ഉദ്ധാനത്തിന്റെ ജീവിതം എങ്ങനെയാണ്? അവനോട് ഐക്യപ്പെട്ട് ജീവിക്കലാണ്. ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ ജീവിക്കണം. ഉദ്ധാനത്തിന്റെ മഹത്വം നമ്മോട് പറയുന്നത് എന്താ? നാം ഈ ലോകത്തിന്റെ ആധിപത്യത്തിന് വിധേയപ്പെട്ടവരല്ല. പാപം നമ്മെ അടിമപ്പെടുത്തില്ല. കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ. കൃപ വഴി നമ്മൾ രക്ഷിതരായിരിക്കുന്നു. അങ്ങനെ കൃപ വഴി രക്ഷിക്കപ്പെട്ട നമ്മൾ ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മാനവകുലം ഒന്നാകെ വിമോചിതമായിട്ടുണ്ട് എന്ന പരമമായ ബോധ്യത്തിൽ എത്തിച്ചേരുകയും ആ ബോധ്യം ലോകത്തിന് മുൻപിൽ അനുഭവപ്പെടുത്തുന്നവരായി മാറുകയും ചെയ്യണം. ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതല്ല. ലോകം വിമോചിതമായിട്ടുണ്ട്. പഴയ ലോകമല്ല, പുതിയ ലോകമാണ്. ലോകം ആധിപത്യങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ സാമ്രാജ്യം ലോകമാകെ വികസിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനെയും അവരനെയും
ക്രിസ്തുവായി തിരിച്ചറിയാൻ കഴിയും വിധം കണ്ണുകൾ തുറക്കപ്പെടും യേശുക്രിസ്തുവിൽ. അപ്രകാരം യേശുക്രിസ്തുവിൽ കണ്ണു തുറക്കപ്പെടുമ്പോൾ അപരവിദ്വേഷം എന്നത് അവസാനിക്കും, അതിരുകൾ ഭേദിക്കപ്പെടും. രാജ്യതാൽപര്യങ്ങളെന്നും ദേശസ്നേഹമെന്നും ഒക്കെ പറയുന്നതിനുപരിയായി മാനവ സ്നേഹത്തിന് ഉന്നതമായ പടവുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. എവിടെ ഏതൊരു മനുഷ്യനും നമ്മുടെ സ്വന്തമായി കരുതാൻ പറ്റും. അങ്ങനെ അപരോന്മുഖമായൊരു ജീവിതം വഴി ലോകത്തെ ആകമാനം തിരിച്ചറിയാനും നമ്മുടെ ജീവിതം സ്വാതന്ത്ര്യം അനുഭവിക്കാനും ഇടയാവുന്നതിനെ കുറിച്ചാണ് ഉദ്ദാന മഹോത്സവം നമ്മോട് പറയുന്നത്. അപ്പൊ ലോകത്താകെ സകല മനുഷ്യരുമായി സാഹോദര്യത്തിന്റെ ഭാവന നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും ഈ ഭാവന നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചുറ്റുപാടി കാണാം. ഇപ്പൊ തന്നെ ഏറ്റവും അടുത്തുണ്ടായ മുനമ്പത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. മുനമ്പം നിവാസികളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയും അവരെ ചേർത്ത് പിടിക്കാൻ എന്ന പേരിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ശക്തികൾ ആട്ടിൻതോലൊളിഞ്ഞ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നും ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ക്രൈസ്തവ സ്നേഹമൊക്കെ വലിയ രീതിയിൽ പറയുന്ന ആളുകൾ ഒരു സാമുദായിക വിഭജനമുണ്ടാക്കി, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, നമ്മളെയൊക്കെ വിഭജിതരാക്കി സ്നേഹത്തിന്റെ പതാകയാകുന്ന ക്രിസ്തുവചനത്തെ തകർത്ത് എങ്ങനെയാണ് കാലുഷ്യത്തിന്റെ ഒരു മണ്ണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോ ഒരു സംഘടന, ക്രൈസ്തവ സംഘടന എന്ന പേരിൽ വഖഫ് വിഷയത്തിൽ ഇടപെടുന്നത്, ഭരണകൂടത്തിന് വേണ്ടി കക്ഷി ചേരാനായി ആഗ്രഹിക്കുന്നത്? അതിന്റെ അടയാളങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാർത്ഥ താല്പര്യവും അന്യമത വിദ്വേഷവും യഥാർത്ഥത്തിൽ ക്രൈസ്തവീയതയ്ക്ക് നേർവിപരീതമായ ഒന്നാണ്. ആ വിപരീത ശക്തികൾ സഭയ്ക്കകത്ത് പോലും വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. കത്തോലിക്ക തിരുസഭ എപ്പോഴും നിലകൊള്ളുന്നത് സാമൂഹ്യ സൗഹാർദ്ദത്തിന് വേണ്ടിയാണ്, ജീവിതത്തിനകത്ത് നമ്മെ തന്നെ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്, സ്നേഹം പ്രഘോഷിക്കാനാണ്. സ്നേഹം പ്രഘോഷിക്കാതെ സുവിശേഷമില്ല. സുവിശേഷം ജീവിതമാണ്. ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ വെളിച്ചം പരത്തേണ്ട നമ്മൾ വർഗീയ വിഭജനങ്ങളുടെയും സാമുദായിക യുക്തികളുടെയും കീഴിൽ ചെന്ന് പെടുന്നതിനർത്ഥം ഈ വിമോചനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, ഉദ്ധാനത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉദ്ധാനത്തെ കേവലമായ ഒരു ആഘോഷമാക്കി മാത്രം കാണുകയും ക്രൈസ്തവ നാമത്തെ അതിന്റെ അർത്ഥത്തിൽ നിന്ന് അടർത്തി മാറ്റി കേവലം വ്യക്തിനാമമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതൊരു പ്രക്രിയാരൂപമാണെന്ന്. ദൈവം രക്ഷിക്കുന്നു എന്ന വാക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള മനുഷ്യരെ സംബന്ധിച്ച് വാർത്തയാക്കി ജീവിതം കൊണ്ട് കൊടുക്കേണ്ടതിന് പകരം അത് കേവല താല്പര്യങ്ങൾക്കകത്ത് ഒതുക്കി വെക്കുന്ന ഒന്നായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് യഥാർത്ഥ ക്രൈസ്തവ സ്നേഹത്തിന് നേർ വിപരീതമായ ശക്തികൾ നമ്മുടെ വിശ്വാസധാരയ്ക്കകത്ത് പോലും നുഴഞ്ഞു കയറുന്നതിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ടാണ് KCBCക്ക് പോലും വഖഫ് ബില്ലിനെ അനുകൂലിക്കേണ്ടി വന്നത്. നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ നേരെയുള്ള നേർവിപരീത ശക്തിയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വിശ്വാസത്തിന്റെ പേരിൽ നിരവധി ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ ആക്രമിക്കുന്നവരോട് പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ഒരു ചിന്ത നമുക്കകത്തുണ്ടാകുന്നെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അത് ക്രിസ്തു സ്നേഹമല്ല, സാഹോദര്യമല്ല, സ്വാർത്ഥ താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. പലപ്പോഴും നമ്മെ അടിമപ്പെടുത്തുന്ന ഭയങ്ങൾ, ഭരണകൂട ഭീകരത എപ്പോഴും നമ്മെ അടിമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭയം ഒരു അടിമപ്പെടുത്തലാണ്. ഭയം ഒരു രാജ്യമായി തന്നെ മാറിയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം പറയുന്നവർ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം, ക്രൂശിക്കപ്പെടാം. അങ്ങനെ ക്രൂശിക്കപ്പെടും, ആക്രമിക്കപ്പെടും, അന്വേഷണങ്ങൾ വരും, കുടുക്കിലാകും എന്ന ഭയം നമ്മെ ഗ്രസിക്കുന്നുണ്ടെങ്കിൽ ഉദ്ധിതൻ അഭയമാകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാണ്ട് പോകും. ഉദ്ധാനം ഒരു പ്രകാശനമുണ്ടല്ലോ, ഉദ്ധാനം ഒരു സ്നേഹത്തിന്റെ പ്രകാശനമാണ്. അത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഉദ്ധിതരാണെന്നും ലോകത്തിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ക്രിസ്തുവാണ് പരമാധികാരിയെന്നും ആ ആധിപത്യം സ്വാതന്ത്ര്യമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതിന് അടയാളങ്ങളാണ് ഇപ്രകാരമുള്ളവയെ. അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉദ്ധിതന്റെ കൂടെയാണ്, ഉയർപ്പിക്കപ്പെട്ടവരാണ്.
പഴയ മനുഷ്യരല്ല. ലോകത്തുള്ള ഒരു മനുഷ്യനും പഴയ മനുഷ്യനല്ല, ഉദ്ധിതനാണ് ക്രിസ്തുവിൽ. ശിഷ്യത്വത്തിലേക്ക് വന്ന് നമ്മൾ മാമോദീസ സ്വീകരിച്ച് നമ്മൾ അതറിയുന്നു. ലോകം അത് അറിയുന്നില്ലെങ്കിലും അവർ രക്ഷയിൽ ഭാഗവാക്കുകളാണ്. അവരോരുത്തരും രക്ഷിക്കപ്പെട്ടവരാണ്. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്, അവരെ കൂടി ഉൾച്ചേർത്താണ് ക്രിസ്തു ഉദ്ധിതനായിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ധാനം ലോകത്തിന് മുഴുവനായിട്ടുള്ള ഉദ്ധാനമാണ്, നമുക്ക് മാത്രമായിട്ടുള്ള കാര്യമല്ല. നമ്മളത് തിരിച്ചറിയുന്നു, അവരത് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാത്തവർക്ക് വേണ്ടി തിരിച്ചറിവുണ്ടാക്കുന്ന ഉദ്ധാനത്തിന്റെ ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ നയിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നതിന്റെ പേരാണ് സുവിശേഷ പ്രവർത്തനം. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ക്രിസ്തുവിന്റെ ഉദ്ധാനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ബാധ്യത ഇതാണ്. ഉദ്ധാനത്തെ ലോകത്തിന് മുൻപിൽ തെളിയിച്ചെടുക്കുക. അത് ചർച്ച നടത്തി തെളിയിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, സംവാദം നടത്തി തെളിയിക്കുന്ന കാര്യത്തിനെ കുറിച്ചില്ല. യേശു ഉദ്ധിതനായില്ലയോ തർക്കമൊക്കെ ഉണ്ട്. ആ തർക്കത്തിലേക്ക് പോകാനല്ല, ഉദ്ധാനത്തിന് ജീവിതം നയിക്കുക വഴി ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ ലോകത്തിനൊക്കെ പ്രകാശിപ്പിക്കുക നമ്മുടെ ദൗത്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, അടിമത്വങ്ങൾക്കെതിരായി നിൽക്കുക, അടിമനുഖങ്ങളെ ഒടിക്കുന്നവരായിട്ട് മാറുക, അടിമത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരായി മാറുക. ഇത് പുറത്തേക്ക് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഇനി നമ്മിലോ, നമ്മൾ അനീതിയുടെ വക്താക്കളാകാതിരിക്കുക, ആരെയും അടിമപ്പെടുത്താതിരിക്കുക, അടിമനുഖമായി മാറാതിരിക്കുക, സ്നേഹത്തിന്റെ മുഖമായ ക്രിസ്തുവിലേക്ക് മനുഷ്യരെ ചേർത്ത് വയ്ക്കാൻ രണ്ടിടത്തും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഒന്ന്, ഈ ലോകത്ത് അസ്വാതന്ത്ര്യവും അസമത്വവും അടിമത്വവും വിതയ്ക്കുന്നവരായി നമ്മൾ മാറരുത്. ഒരുവന്റെ മേലും മുഖഭാരമായി മാറരുത്. ക്രിസ്തുവിന്റെ സ്നേഹമാണ് നാം പകർന്നു കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ലോകത്തെവിടെയും ആക്രമിക്കപ്പെടുന്നവരും അടിമപ്പെടുത്തപ്പെടുന്നവരും വിവേചനം അനുഭവിക്കുന്നവരുമായ സകലരോടുമൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും നമുക്ക് കഴിയും. അങ്ങനെ ശബ്ദിച്ചപ്പോഴാണ് സ്റ്റാൻസാമി അച്ഛന്റെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടായതും ഒടുവിൽ തടവറ മരണം സംഭവിക്കാനിടയായതും. ആ തടവറ മരണം യഥാർത്ഥത്തിൽ മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. അപ്പൊ ഇങ്ങനെ ജീവിക്കുമ്പോൾ സഹനങ്ങൾ ഉണ്ടാവും, രണ്ടു ഭാഗത്തുനിന്ന് സഹനം ഉണ്ടാവും. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും അവരെ ക്രിസ്തുവിൽ തിരിച്ചറിയാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമുക്കെതിരെ തിരിയാനിടയുണ്ട്. അവർ പണ്ടൊന്നും നമ്മളോട് എതിര് പറഞ്ഞിട്ടുണ്ടാവില്ല, സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ എതിര് പറയാൻ തുടങ്ങും. അപ്പോ നമ്മൾ തരം താഴ്ത്തപ്പെടുന്ന അനുഭവം ഉണ്ടാകാം. രണ്ടാമത്, അനീതിക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുമ്പോൾ ലോകം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും, ലോകം നമ്മുടെ മേൽ മുഖഭാരമേൽപ്പിക്കാൻ തുടങ്ങും, ലോകം നമ്മെ പീഡിപ്പിക്കാൻ തുടങ്ങും. പക്ഷേ മനസ്സിലാക്കണം, ക്രിസ്തുവിൽ വിമോചിതരായ നമ്മെ അടിമപ്പെടുത്താൻ ലോകത്തിന് സാധ്യമല്ല. ലോകത്തിന് നമ്മെ കൊന്നുകളയാൻ സാധ്യമല്ല. ഈ ലോകത്തിന് മേൽ വിജയം വെച്ച ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഒരാക്രമണവും ഒരു മർദ്ദനവും ഒരു പീഡനവും നമുക്ക് നിത്യമായിട്ടുള്ളതല്ല. അതെല്ലാം രക്ഷയുടെ അടയാളങ്ങളാണ്. അതുകൊണ്ട് സഹനങ്ങളെ സ്വീകരിക്കാനും സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കാനും ലോകത്തിന് പ്രകാശമാകാനും നമുക്ക് കഴിയണം. വെളിച്ചം പകരുന്നവരായി ലോകത്ത് ജീവിക്കണം, സുവിശേഷമായി ജീവിക്കണം. തിരുനാൾ കേവലാഘോഷങ്ങളിൽ മാത്രം ഒതുക്കി തീർക്കരുത്. പീഡിതരോട് ഐക്യം പ്രഖ്യാപിക്കുന്നതായി, വിശക്കുന്നവരോടും വേദനിക്കുന്നവരോടും പീഡിതരോടും ഐക്യം പ്രഖ്യാപിക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്രകാരം എല്ലാവർക്കും എല്ലാമായി തീരാനുള്ളതാണ് ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സകല മനുഷ്യർക്കും വേണ്ടി മരിച്ച ഒരുവൻ സകല മനുഷ്യർക്കും വേണ്ടി ഉദ്ധിതനായിട്ടുണ്ടെങ്കിൽ ആ ഉദ്ധാനത്തിന്റെ രഹസ്യം ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിതം വഴി അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് പെസഹ മഹോത്സവത്തിൽ നമ്മൾ ഭാഗവാക്കുകളായി മാറുക. അവരെ ഓർമ്മ നമുക്കുണ്ടാവണം. അതുകൊണ്ട് അത്തരത്തിൽ ഹൃദയബോധ്യത്തോടെ പഴയ ദിനങ്ങളിൽ വ്യത്യസ്തമായി ഉദ്ധിതനായവനോടൊപ്പമുള്ള ജീവിതം, അവരിന് സ്വാതന്ത്ര്യം നൽകുന്ന ജീവിതം, അവരിനെ പരിഗണിക്കുന്ന ജീവിതം, അവരോന്മുഖമായ ജീവിതം ആരംഭിക്കട്ടെ. എവിടെയെല്ലാം നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുന്നുവോ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം നീതിയുടെ ശബ്ദമായി നമുക്ക് മാറാൻ കഴിയട്ടെ. അങ്ങനെ ക്രിസ്തുവിൽ ഉദ്ധിതനായ അനുഭവത്തോടെ ഈ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി ജീവിക്കാൻ അവിടുന്ന് കരുത്തും ശക്തിയും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഉദ്ധാന മഹോത്സവം അതിനുള്ള പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.